ഗോവയിലേക്കുള്ള നമ്മുടെ യാത്രാവിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഗോവ പ്രധാനമായും രണ്ടായി തരം തിരിക്കാം. നോർത്ത് ഗോവ അതേപോലെ സൗത്ത് ഗോവ. നോർത്ത് ഗോവ പോകാൻ ആഗ്രഹിക്കുന്നവർ തിവിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ആയിരിക്കും നല്ലത്. നോർത്ത് ഗോവയിൽ നമുക്ക് പ്രധാനമായി കാണാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. സൗത്ത് ഗോവ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മദ്ഗാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ആയിരിക്കും നല്ലത്. നമ്മുടെ ഉദ്ദേശം നോർത്ത് ഗോവ പോകുന്നത് ആയിരുന്നെങ്കിലും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സൗത്ത് ഗോവ ട്രെയിൻ കയറി. 2 മണിക്കൂർ വൈകിയാണ് നമ്മൾ മദ്ഗാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്നും ഓട്ടോ പിടിച്ച് മദ്ഗാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി 200 രൂപയാണ് ഓട്ടോ ചാർജ്. പിന്നീട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ടൗണിലേക്ക് സർവീസ് നടത്തുന്ന ഫ്രീ ബസ്സിൽ കയറി പഞ്ചമിലേക്ക് എത്തി. ഒരാൾക്ക് 70 രൂപയാണ് ബസ് ചാർജ്. വീണ്ടും ഒരു ലോക്കൽ ബസ് കയറി കല്യാൺ ബീച്ച് ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ സ്റ്റേ ചെയ്യാനാണ് നമ്മുടെ തീരുമാനം. റൂമിലേക്ക് എത്തിയപ്പോഴേക്കും 10 മണിയായിരുന്നു. ഒന്ന് ഫ്രഷ് ആയ ഉടനെ തന്നെ ഗോവൻ ബീച്ചിന്റെ രാത്രി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ബീച്ചിലേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്കും വെള്ളത്തിനും അത്യാവശ്യം നല്ല വില ഈടാക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബീച്ചിൽ കുളിക്കാൻ വേണ്ടി റൂമിൽ നിന്നും ഇറങ്ങി. ബീച്ചിലെ കളിയും കുളിയും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു ഫ്രഷായി. ഇതാണ് നമ്മൾ താമസിച്ച മുറി. ഒരു ദിവസത്തേക്ക് 1600 രൂപയാണ് വാടക. അത്യാവശ്യം മോശമില്ലാത്ത റൂം തന്നെയാണിത്. ഇവിടെ നിന്നും ബീച്ചിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഗോവയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഈ ഒരു ടീഷർട്ട് ഇന്നലെ രാത്രി തന്നെ മേടിച്ചു വച്ചിരുന്നു 2 പേരും. അടുത്തത് ഒരു ബൈക്ക് വാടകയ്ക്ക് എടുക്കുക എന്നുള്ള പ്ലാനാണ്. ഇവിടെ ഒരുപാട് ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു ദിവസത്തേക്ക് 400 രൂപയാണ് വാടക പറഞ്ഞത്. 2 ദിവസത്തേക്ക് 800 രൂപ കൊടുത്ത് ബൈക്ക് എടുത്തു. നമ്മുടെ ആധാർ കാർഡ് അവിടെ മേടിച്ചു വെക്കും. വേറെ ഫോർമാലിറ്റീസ് ഒന്നും തന്നെയില്ല. ബൈക്ക് ഓടിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ഹെൽമറ്റ് നിർബന്ധമായിട്ടുള്ളൂ. അങ്ങനെ ബൈക്കിൽ നമ്മുടെ ഗോവ കറക്കം ആരംഭിച്ചു. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ചപ്പോറ ഫോർട്ട് കാണുവാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നും 8 കിലോമീറ്റർ ആണ് കോട്ടയിലേക്കുള്ള ദൂരം. ഇവിടെ എൻട്രൻസ് ഒന്നും തന്നെയില്ല. പാർക്കിംഗ് ഫീ 25 രൂപ കൊടുത്ത് മുകളിലേക്ക് നടന്നു. ആവശ്യത്തിന് വെള്ളം കരുതി മാത്രം മുകളിലേക്ക് കയറുക. താഴെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് എങ്കിലും മുകളിൽ കയറിയാൽ ഒന്നും തന്നെ കിട്ടത്തില്ല. ഇവിടെ എത്തിയാൽ എല്ലാവരും ഈ പടവുകൾ നോക്കി നെടുവീർപ്പെടുന്നത് കാണാം. ഇത് എങ്ങനെ കയറുമെന്നായിരിക്കും ആലോചിക്കുന്നത്. അങ്ങനെ നമ്മളും പടവുകൾ കയറി തുടങ്ങി. മുകളിലെത്തിയാലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. രാവിലെ 10 മണി മുതലാണ് ഇവിടെ പ്രവേശനം ആരംഭിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. താഴെ ബീച്ചൊക്കെ കാണാം. ഒരു കോട്ട എന്നൊന്നും നമുക്ക് പറയാനാവത്തില്ല. ചുറ്റുമതിൽ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിന്റെ പിറകിലൂടെ താഴേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. ഉമ്മയും മോളും ക്ഷീണം പിടിച്ച് അവിടെ ഇരിപ്പായി. നമ്മൾ കുറച്ചു ദൂരം താഴേക്ക് നടന്നു കാഴ്ചകൾ കണ്ടു. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി. താഴെ നിന്ന് ലെമൺ ജ്യൂസും കുടിച്ച് അല്പവിശ്രമത്തിനു ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗത്തൂർ ബീച്ചിലേക്ക് എത്തിച്ചേരാം. ഇതാണ് വാഗത്തൂർ ബീച്ചിലെ കാഴ്ചകൾ.
എല്ലാ ബീച്ചിലും ബോട്ടിംഗ് മറ്റു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. നമ്മൾ കോട്ടയുടെ മുകളിൽ നിന്നും കാണുന്ന ബീച്ച് ഇതാണ്. കല്ലങ്കട്ട് ബീച്ചിനേക്കാളും ഇവിടെ പൂഴി വളരെ കുറവാണ്, ശുദ്ധമായ വെള്ളം പോലെ തോന്നും. ഇവിടെ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ച് നേരെ പോയത് അഞ്ജുന ബീച്ചിലേക്കാണ്. എല്ലായിടത്തും പാർക്കിംഗ് ഫീ 25-50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു മനോഹരമായ ബീച്ച് തന്നെയാണ്. ക്ഷീണം കാരണം ഇവിടെ നിന്നും 20 രൂപയുടെ 4 ജ്യൂസ് മേടിച്ചു കുടിച്ചു. ബിൽ വന്നപ്പോൾ 150 രൂപ ചാർജ് ചെയ്തു. ഏതായാലും 150 കൊടുത്തതല്ലേ, ഇവിടെയിരുന്ന് കുറച്ചുനേരം അവരും മുതലാക്കി. യാത്രയിൽ കണ്ട ഒരു വലിയ മാർക്കറ്റാണ് ഇത്. ഇതുപോലുള്ള ഒരുപാട് മാർക്കറ്റുകൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്നും പിന്നെ നേരെ റൂമിലേക്ക് പോയി. കുറച്ചുനേരം വിശ്രമത്തിന് ശേഷം നമ്മൾ നേരെ പോയത് സ്നോ പാർക്കിലേക്കാണ്. റൂമിന്റെ പരിസരത്തു നിന്നും ആകെ 1 കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. വാഗ ബീച്ചും ഈ പരിസരത്ത് തന്നെയാണ്. സ്നോ പാർക്കിൽ ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 1.5 മണിക്കൂറാണ് സമയം അനുവദിക്കുന്നത്. ആവേശത്തോടുകൂടി കയറിയ മകനും മകളും. ആകെ 15 മിനിറ്റ് മാത്രമേ അതിനകത്ത് നിന്നുള്ളൂ. അവിടെ നിന്നും നേരെ പോയത് വാഗ ബീച്ചിലേക്കാണ്. നല്ല തിരക്കുള്ള ബീച്ച് തന്നെയാണിത്. ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ദിവസത്തെ കറക്കം ഇവിടെ തീർന്നു. നമ്മുടെ റൂമിന് പരിസരത്തുള്ള കച്ചവട കേന്ദ്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇഷ്ടം പോലെ ബിയർ വൈൻ ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഇതിനൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും പൈസ വളരെ കുറവാണ് പോലും. പുതിയ ചെരുപ്പ് വാങ്ങിയതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. നടന്ന് ആസ്വദിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും രാവിലെ ബീച്ചിലേക്ക് കളിക്കാൻ പോയി. കളിയും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് നടന്നു. ഇതാണ് നമ്മുടെ റൂമിലേക്കുള്ള വഴി. ഇനി നമ്മുടെ യാത്ര അഗോഡ ഫോർട്ട് കാണുവാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നും 9 കിലോമീറ്റർ ദൂരമാണ് കോട്ടയിലേക്ക് ഉള്ളത്. കോട്ടയിലേക്ക് എൻട്രൻസ് ഫീ ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്.
ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. നമ്മൾ പിന്നെ നേരെ പോയത് ഈ കോട്ടയുടെ തന്നെ വേറെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നും 4 കിലോമീറ്റർ ദൂരം. അടുത്ത സ്ഥലം വരുന്നത് റെയ്സോ മാർഗോ ഫോൾ. ഇവിടെ നിന്നും 8 കിലോമീറ്റർ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതിന് അടുത്തു തന്നെ ഒരു ബീച്ച് കാണാം, പക്ഷേ കറുത്ത പൂഴിയാണ് കാണുന്നത്. ഇവിടെ പെട്രോൾ പമ്പുകൾ വളരെ കുറവാണ്. മിക്കവാറും എല്ലാ കടകളിലും റോഡ് സൈഡിൽ ആളുകൾ ഇരുന്നുകൊണ്ടും കുപ്പികളിൽ പെട്രോൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് പെട്രോൾ തീർന്നു വഴിയിൽ കിടക്കേണ്ടി വരില്ല. ബൈക്ക് തിരികെ കൊടുത്തു ബാഗുമെടുത്ത് നമ്മൾ ബസ് കയറാൻ ഇറങ്ങി. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട്. 4 മണിക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്.
വന്നതുപോലെ തന്നെ തിരിച്ചും യാത്ര ആരംഭിച്ചു. ആദ്യം ലോക്കൽ ബസ് കയറി പനാജി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇലക്ട്രിക് ബസ് കയറി മദ്ഗാൺ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. വൈകുന്നേരം 7 മണിക്കുള്ള ട്രെയിനാണ് നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത്. സമയമുള്ളതുകൊണ്ട് വീണ്ടും ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇറങ്ങി. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പുതിയ ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.